പല അമ്മമാർക്കും ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിംഗ് തുടങ്ങുമ്പോൾ വലിയ ആശങ്കകളാണ്. എനിക്ക് മതിയായ പാലുണ്ടോ, പാല് വരുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിന് വിശപ്പ് മാറുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് സംശയങ്ങൾ. അമ്മയ്ക്ക് പാലില്ലേ, പാലില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത് എന്നൊക്കെയുള്ള കമൻസ് കൂടിയാവുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ചെറുതല്ല. ഇന്ന് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൂടാനായി എന്തൊക്കെ ചെയ്യാം എന്ന ടിപ്സാണ് പറയുന്നത്. മിൽക്ക് സപ്ലൈ നാച്ചുറലായി എങ്ങനെ കൂട്ടാം, അമ്മമാർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് എപ്പോൾ എന്നിവയൊക്കെയാണ് ഇന്നത്തെ സംസാരം. ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, അമ്മമാർക്ക് പല കാരണങ്ങൾ കൊണ്ടാണ് പാല് കുറയുന്നത്. എന്തൊക്കെയെന്ന് നോക്കാം. ഹോർമോണൽ പ്രശ്നങ്ങൾ, ലാച്ചിങ് ശരിയല്ലാത്തത്, ബോട്ടിങ് അല്ലെങ്കിൽ ഫോർമുല കൊടുക്കുന്നത്, അമ്മമാരുടെ ഡീഹൈഡ്രേഷൻ, സ്ട്രെസ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടതെന്ന് 7 ടിപ്സുകളിൽ വഴി നമുക്ക് ഇന്ന് പറയാം. ഒന്നാമത്തേത്, നേരത്തെ മുലയൂട്ടൽ ആരംഭിക്കുന്നതിനെ പറ്റിയാണ്. കുഞ്ഞ് ജനിച്ച് 2 മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഡെലിവറി കഴിഞ്ഞ് ഉടൻ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. നോർമൽ ഡെലിവറി ആണെങ്കിൽ 2 മുതൽ 3 മണിക്കൂറിനുള്ളിലും, എന്നാൽ സി സെക്ഷൻ ആണെങ്കിൽ അമ്മ സ്റ്റേബിൾ ആവുമെങ്കിൽ 4 മുതൽ 5 മണിക്കൂറിനുള്ളിലും മുലയൂട്ടാം. ആദ്യം വരുന്ന കൊളസ്ട്രം എന്ന പാല് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെയധികം കൊഴുത്ത മിൽക്കാണ്. ഇതിനെ കൊളസ്ട്രം എന്ന് പറയുന്നു. ഇത് പലരും പിഴിഞ്ഞു കളയാറുണ്ട്. ഇത് വലിയ ഒരു തെറ്റാണ്. കുഞ്ഞിന് മികച്ച ആൻറ്റിബോഡീസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് കുഞ്ഞിന് നൽകാനായിട്ട് ശ്രമിക്കുക. വൈകി പാല് നൽകുന്നത് പാലിൻ്റെ ലെറ്റ് ഡൗൺ കുറയ്ക്കാനും കുഞ്ഞിന് ഫോർമുല കൊടുക്കാനും ഒക്കെ കാരണമാകും. സി സെക്ഷൻ കഴിഞ്ഞ അമ്മമാർ കുഞ്ഞിനെ അടുത്ത് കിടത്തി സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. രണ്ടാമത്തേത്, കറക്റ്റായി കുഞ്ഞിനെ കൊണ്ട് പാല് വലിപ്പിക്കുക എന്നത്. ഇതിനെ ലാച്ചിങ് എന്ന് പറയുന്നു. കുഞ്ഞിൻ്റെ താടി ബ്രസ്റ്റിലും മൂക്ക് ഫ്രീ ആയും ചുണ്ട് നന്നായി തുറന്നും ഇരിക്കുന്ന രീതിയിലാവണം മുല കുടിപ്പിക്കുന്നത്. ഇതാണ് കറക്റ്റ് ലാച്ചിങ് എന്ന് പറയുന്നത്. കുഞ്ഞിനെ അമ്മയുടെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗത്ത് വേണം മുല കുടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് കറക്റ്റ് രീതിയിൽ മിഡ് ലെറ്റ് ഡൗൺ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന പൊസിഷൻ. ഇനി കറക്റ്റായിട്ട് എങ്ങനെയാണ് കുഞ്ഞിനെ പൊസിഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തേത്, ക്രോസ് ക്രേഡിൽ പൊസിഷൻ. അതായത് നിങ്ങൾ ഏത് സൈഡിലാണോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ കൈ സൈഡ് വെച്ച് കുഞ്ഞിനെ തല സപ്പോർട്ട് ചെയ്യുക. അതായത് ലെഫ്റ്റ് ബ്രസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ റൈറ്റ് കൈ കൊണ്ടും, റൈറ്റ് ബ്രസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് കൈ കൊണ്ടും കുഞ്ഞിനെ മുലയൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിനെ കറക്റ്റായിട്ടല്ല പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ നിപ്പിൾ പെയിനും ക്രാക്കും ഒക്കെ വരാനുള്ള സാധ്യത കൂടും. എപ്പോഴും അമ്മയുടെ വയറിനോട് ചേർന്ന് തന്നെ കുഞ്ഞിൻ്റെ വയറ് വരുന്ന രീതിയിൽ ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, ക്രേഡിൽ ഹോൾഡ്. അതായത് ഏത് ബ്രസ്റ്റാണോ കൊടുക്കുന്നത് ആ സൈഡിലെ കൈ തന്നെ കുഞ്ഞിൻ്റെ തലയും സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. മൂന്നാമത്തേത്, ഫുട്ബോൾ ഹോൾഡ്. ഇത് കുഞ്ഞിനെ ഒരു ഫീഡിംഗ് പില്ലോ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിൻ്റെ തല മാത്രം ബ്രസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ ഫീഡ് ചെയ്യുക. ഇതിൽ കുഞ്ഞ് അമ്മയുടെ കൈക്ക് താഴെയായി പില്ലോയുടെ സപ്പോർട്ടിലാണ് ഇരിക്കുന്നത്. ഈ പൊസിഷൻ സി സെക്ഷൻ കഴിഞ്ഞ അമ്മമാർക്ക് മെച്ചപ്പെട്ട ഒന്നാണ്. നാലാമത്തേത്, സൈഡ് ലൈയിങ്. ഇത് അമ്മ സൈഡായി കിടന്ന് ഫീഡ് ചെയ്യുന്ന പൊസിഷനാണ്. ആദ്യ 3 മാസങ്ങളിൽ ഇത് അവോയ്ഡ് ചെയ്യുക. കുഞ്ഞിന് പാൽ തരിപ്പിൽ പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. മൂന്നാമത്തേത്, മിൽക്ക് നിരന്തരം പമ്പ് ചെയ്യുക വഴി പാല് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് പവർ പമ്പിംഗ് എന്ന് പറയും. അതായത് കുഞ്ഞ് പാല് കുടിച്ച ശേഷം ഒരു ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാല് പമ്പ് ചെയ്യുക. 10 മിനിറ്റ് പമ്പ് ചെയ്യുക, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, പിന്നെയും 10 മിനിറ്റ് പമ്പ് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രോസസ്സാണ്. അതായത് കുഞ്ഞ് പാല് കുടിക്കുന്നതനുസരിച്ചാണ് പാലുൽപാദനം നടക്കുന്നത്. എക്സ്ട്രാ പമ്പിംഗ് നടത്തുമ്പോൾ കുഞ്ഞിന് അധികം പാല് വേണമെന്ന സിഗ്നൽ ബ്രെയിനിന് കിട്ടുകയും പാലുൽപാദനം കൂടുകയും ചെയ്യുന്നു. കഴിയുമെങ്കിൽ രാത്രിയിലും പമ്പിംഗ് നടത്തുക. ഇത് പ്രോലാക്റ്റിൻ ഹോർമോൺ ത്വരിതപ്പെടുത്താനും മിൽക്ക് ഇജക്ഷൻ കൂട്ടാനും സഹായിക്കുന്നു. നാലാമത്തേത്, അമ്മ നന്നായി ഉറങ്ങുക. അമ്മയ്ക്ക് ശരിയായ രീതിയിൽ റെസ്റ്റ് അല്ലെങ്കിൽ ഉറക്കം ഇല്ലെങ്കിൽ പാല് ഉൽപാദനം കുറയും. ആദ്യത്തെ 40 ദിവസമെങ്കിലും ഓവർ വർക്കിംഗ്, സ്ട്രെസ് ഉള്ള ജോലികൾ, അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണം. മിനിമം 8 മണിക്കൂർ ഉറങ്ങുക. രാത്രിയിൽ കഴിയില്ലെങ്കിൽ പകൽ കുഞ്ഞുറങ്ങുമ്പോൾ അമ്മയ്ക്കും റെസ്റ്റ് ചെയ്യാം. ഈ സമയം വീട്ടിലുള്ള മറ്റുള്ളവരുടെ സപ്പോർട്ട്. അഞ്ചാമത്തേത്, ഹൈഡ്രേഷൻ. അമ്മ നന്നായി വെള്ളം കുടിക്കുക. ബ്രസ്റ്റ് മിൽക്കിൽ 88% വെള്ളമാണ്. അമ്മമാർ 3 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കുക. ഇത് നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം, കഞ്ഞി എല്ലാം ഉൾപ്പെടുത്താം. കഴിയുമെങ്കിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ അയമോദകം, ജീരകം, ഉലുവ ഇവയൊക്കെ ഇടാം. ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ജീരകം ദഹനത്തിനെയും മിൽക്ക് ഇജക്ഷനെയും ഹെൽപ്പ് ചെയ്യും. ഉലുവയിൽ അടങ്ങിയ ഫൈറ്റോ ഈസ്ട്രജൻസ് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഓട്സ്, റാഗി, ബ്രൗൺ റൈസ് ഇവയൊക്കെ അയണും ഫൈബറും റിച്ചാണ്. മുലപ്പാൽ വർധനത്തിനും നല്ലതാണ്. നെയ്യ്, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇവയിൽ അടങ്ങിയ ഫാറ്റ് കണ്ടന്റും മുലപ്പാലിൻ്റെ ക്വാളിറ്റിയെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. തേങ്ങാപ്പാൽ, ശർക്കര ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്
നല്ലതാണ്. മുരിങ്ങ, വെളുത്തുള്ളിയൊക്കെ സൂപ്പായും കഴിക്കാം. 6-ാമത്തേത് ബോട്ടിൽ ഫീഡിംഗ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. ആദ്യത്തെ 6 മുതൽ 8 ആഴ്ചയിൽ ബോട്ടിൽ ഫീഡിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കാരണം ബോട്ടിലിൻ്റെ നിപ്പിൾ അമ്മയുടെ നിപ്പിൾ പോലെയല്ല വർക്ക് ചെയ്യുന്നത്. കുഞ്ഞിന് അമ്മയുടെ പാല് കിട്ടാനായി നിപ്പിൾ സ്ക്വീസ് ചെയ്ത് സക്ലിംഗ് റിഫ്ലെക്സ് ചെയ്യണം. എന്നാൽ ബോട്ടിലിൻ്റെ നിപ്പിളിൽ ഡയറക്റ്റായി പാല് ായിട്ട് കിട്ടുന്നു. അപ്പോൾ കുഞ്ഞ് ബോട്ടിലിനോട് ഇഷ്ടം കാണിക്കും. അതിൻ്റെ നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറയും. പിന്നീട് കുഞ്ഞിന് അമ്മയുടെ പാല് വേണ്ടാതാകും. അങ്ങനെ പാലും കുറയും. പാല് പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാട, സ്പൂൺ, ഫീഡിംഗ് സിറിഞ്ച് ഇവ വഴി മാത്രം കൊടുക്കുക. കഴിവതും പാസിഫയർ ഉപയോഗവും ഒഴിവാക്കുക. 7-ാമത്തേത് അമ്മമാർ അനാവശ്യ സ്ട്രെസ് ഒഴിവാക്കുക. അമ്മയുടെ മാനസികാവസ്ഥ പാൽ ഉൽപാദനത്തെ സ്വാധീനിക്കുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ, വീട്ടുജോലി ഇതൊക്കെ അമ്മയ്ക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നു. ഇത് ഓക്സിറ്റോസിൻ ഹോർമോണിനെ തടസ്സപ്പെടുത്തുന്നു. പാൽ ഉൽപാദനവും കുറയും. അമ്മ എപ്പോഴും സന്തോഷത്തെ ഇരിക്കുക. ലൈറ്റായി ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക. ഇതോടൊപ്പം നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല മൂവീസ് കാണുക, നല്ല മസാജ് ഇവയൊക്കെ ട്രൈ ചെയ്യാം. നിപ്പിളിൽ മുറിവ്, പെയിൻ ഇവയൊക്കെ ഉണ്ടാകുന്നത് പാല് കുറയാൻ കാരണമാണ്. ഈ സമയത്ത് ലാക്ടേഷൻ കൺസൾട്ടൻറ്റിൻ്റെയോ ഡോക്ടറിൻ്റെയോ സപ്പോർട്ട് തേടുക. എപ്പോഴാണ് ഡോക്ടർ സപ്പോർട്ട് തേടേണ്ടതെന്ന് നോക്കാം. 1-ാമത്തേത് കുഞ്ഞിന് പ്രോപ്പർ വെയിറ്റ് ഗെയിൻ ഇല്ല, അമ്മയ്ക്ക് പനി, നിപ്പിൾ ക്രാക്ക്, മാറിന് വേദന, പാല് കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഇതൊക്കെ ഉള്ളപ്പോൾ ഡോക്ടറിനെ കാണുക. കുഞ്ഞ് പാല് കുടിച്ചിട്ടും കരയുക, മൂത്രമൊഴിക്കുന്നതിൻ്റെ എണ്ണം 6-ൽ കുറവ്, അമ്മയ്ക്ക് പാലില്ല എന്ന് സ്വയം തോന്നുക, അമ്മയുടെ നിപ്പിൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ, PCOS, തൈറോയ്ഡ് ഇവയൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഡോക്ടർ സപ്പോർട്ട് തേടാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കുക, മുലയൂട്ടൽ എന്നത് ചെറിയ ഒരു കാര്യമല്ല. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്, കരുതൽ എന്നിവയുടെ ആദ്യ പടി കൂടിയാണ്. ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.